ഗായിക ഗൗരിലക്ഷ്മി ആലപിച്ച ഗാനങ്ങൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകാറുണ്ട്. മുറിവ് എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ രൂക്ഷമായ സൈബർ ആക്രമണവും ചില ഭാഗത്തു നിന്നും വന്നിരുന്നു. അല്പവസ്ത്രധാരികളായി നിന്ന് ഇങ്ങനെ പാട്ടുപാടിയിട്ട് എന്ത് ഗുണമാണ് ഗൗരിലക്ഷ്മിക്ക് കിട്ടുന്നതടക്കമുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. പാട്ടുകളിലൂടെയും രാഷ്ട്രീയ നിലപാടിലൂടെയും ഇപ്പോഴും ചർച്ചയാവുന്ന താരം തന്നെയാണ് ഗൗരിലക്ഷ്മി. അവർ സൈബർ അറ്റാക്കുകളും മറ്റും ദിനം പ്രതി നേരിടാറുമുണ്ട്. താൻ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് മുറിവ് എന്ന പാട്ടിലൂടെ പുറം ലോകത്തോട് പറഞ്ഞപ്പോഴും വലിയ രീതിയിൽ അധിക്ഷേപവും സൈബർ അറ്റാക്കുകളും ഗൗരി നേരിട്ടിരുന്നു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റിന് മറുപടി നൽകിയിരിക്കുകയാണ് ഗൗരി. പാസ്പോർട്ടുണ്ടോ, അജ്മാനിൽ ഒരു ജോലി ഒഴിവുണ്ടെന്നും ദയവ് ചെയ്ത് പാടരുതെന്നും പാടാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല എന്നുമായിരുന്നു അധിക്ഷേപ കമന്റ്. ഇതിന് മറുപടിയായാണ് ഗൗരി കമന്റ് ചെയ്തിരിക്കുന്നത്. തനിക്ക് തൊഴിലുണ്ടാക്കി തരാനുള്ള അനിയന്റെ താല്പര്യം തന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നുണ്ടെന്നും ഇടയ്ക്ക് അന്യരാജ്യങ്ങളിൽ പോകാനുള്ള അവസരം തന്റെ തൊഴിൽ നൽകുന്നുണ്ടെന്നും അനിയൻ സ്വന്തം തൊഴിൽ മേഖലയിൽ സന്തുഷ്ടനാണെന്ന് കരുതുന്നു എന്നുമായിരുന്നു ഗൗരിയുടെ മറുപടി. എനിക്ക് തൊഴിലുണ്ടാക്കി തരാനുള്ള അനിയന്റെ താല്പര്യം എന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു. എനിക്ക് നാട് വിട്ട് പോകേണ്ട അനിയ, എനിക്കിഷ്ടമുള്ള ജോലി ചെയ്ത് സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം. പിന്നെ ഇടയ്ക്ക് അന്യരാജ്യങ്ങളിൽ പോകാനുള്ള അവസരവും എൻ്റെ തൊഴിൽ എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാതെ ഇവിടെ ഞാൻ പെട്ടുകിടക്കുകയാണ് എന്ന വ്യാധി അനിയന് വേണ്ട. അനിയനും അനിയന്റെ തൊഴിൽ മേഖലയിൽ സന്തുഷ്ടനാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, കാണാമെന്നാണ് ഗൗരി കുറിച്ചത്. മറുപടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും ഗൗരി പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം മുറിവ് എന്ന ഗാനത്തിൽ പറയുന്നത് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണെന്ന് ഗൗരിലക്ഷ്മി ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗാനത്തിൽ 8-ാം വയസ്സിലും 13-ാം വയസ്സിലും 22-ാം വയസ്സിലും നടന്നതായി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. താൻ അനുഭവിച്ചത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല. 8-ാം വയസ്സിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ധരിച്ച വസ്ത്രം ഏതാണെന്ന് പോലും ഓർമ്മയുണ്ടെന്നും ഗൗരിലക്ഷ്മി പറയുന്നു. വൈക്കത്ത് നിന്നും തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത്. ബസ്സിൽ നല്ല തിരക്കുണ്ട്. അമ്മ എന്നെ സുരക്ഷിതയായി ഒരു സീറ്റിലേക്ക് കയറ്റിയിരുത്തിയതായിരുന്നു. എൻ്റെ തൊട്ടുപിറകിലുള്ള വ്യക്തി എൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ്. എൻ്റെ ടോപ്പ് പൊക്കി അയാളുടെ കൈ അകത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ ആദ്യമായിരുന്നു അങ്ങനെ ഒരു അനുഭവം. ഞാൻ അയാളുടെ കൈ തട്ടി മാറ്റി എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു, ഗൗരി പറയുന്നു. 13-ാം വയസ്സിൽ ബന്ധുവീട്ടിൽ പോയ കാര്യവും പാട്ടിൽ പറയുന്നുണ്ട്. അതും എൻ്റെ അനുഭവമാണ്. അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതെയായതും ഗൗരിലക്ഷ്മി പറഞ്ഞു.